PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 36ാമത് നാഷണൽ ഗെയിംസിനെ കുറിച്ചാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മളിപ്പോൾ ഡെയിലി ബേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക് വൈസായിട്ട് ചെറിയ ചെറിയ കോഡ്സും കണക്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഡ് യൂസ് ചെയ്യാതെയും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് ബുക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സൊക്കെ എഴുതി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്താണ്? വേദി തന്നെയാണ് അല്ലേ? അപ്പോൾ 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗുജറാത്താണ്. ഗുജറാത്ത്. 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിലെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഗെയിംസ് നടന്നത്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട സ്റ്റേഡിയം, മെയിൻ സ്റ്റേഡിയം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്, അഹമ്മദാബാദ്. ഓക്കെ, നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദാണ് മെയിൻ സ്റ്റേഡിയം. ചോദിച്ചു കഴിഞ്ഞാൽ വേദി ഗുജറാത്താണ്, മെയിൻ സ്റ്റേഡിയം ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഇനി ഭാഗ്യചിഹ്നം, 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് സവാജ് എന്ന ഏഷ്യൻ സിംഹമാണ്. സവാജ് എന്ന് പറയുന്ന ഏഷ്യൻ സിംഹമാണ് 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. സവാജ് എന്ന ഏഷ്യൻ സിംഹം. ഇനി കിരീടം നേടിയത് ആരാണ്? 36ാമത് നാഷണൽ ഗെയിംസിൽ കിരീടം നേടിയത് സർവീസസ് ആണ് കേട്ടോ. സർവീസസ് എന്നുള്ളതാണ്. സർവീസസ്. കിരീടം നേടിയത് ആരാണ്? സർവീസസ്. തുടർച്ചയായിട്ട് 4ാം തവണയാണ് ഇവർ കിരീടം നേടുന്നത്. തുടർച്ചയായി 4ാം തവണയാണ് സർവീസസ് എന്ന് പറയുന്ന ടീം കിരീടം നേടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കിരീടം നേടിയ ടീം സർവീസസ് ആണ്. രണ്ടാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓക്കെ, കിരീടം നേടിയത് സർവീസസ്. രണ്ടാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്ര. മൂന്നാം സ്ഥാനം നേടിയത് ഹരിയാന. ആറാം സ്ഥാനം നേടിയത് കേരളം. നമ്മുടെ കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ് കേട്ടോ. ഇനി വേദി ഗുജറാത്തിലായിരുന്നില്ലേ? ഗുജറാത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം സ്ഥാനമാണ്. 12ാം സ്ഥാനം. ഓക്കെ, അപ്പോൾ ദേശീയ ഗെയിംസ് 36ാമത് ദേശീയ ഗെയിംസ് ആണ് 2022 നടന്നത്. വേദി ഗുജറാത്താണ്. ഗുജറാത്ത്. പ്രധാന മൈതാനം അല്ലെങ്കിൽ മെയിൻ സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ സവാജ് എന്ന ഏഷ്യൻ സിംഹം. കിരീടം നേടിയത് സർവീസസ്. തുടർച്ചയായി 4ാം തവണയാണ് സർവീസസ് കിരീടം നേടുന്നത്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം ഹരിയാന, 6ാം സ്ഥാനം കേരള. ഗുജറാത്തിന്റെ സ്ഥാനം എത്രയാണ്? 12ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ 12ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ഗുജറാത്ത് നിൽക്കുന്നത്. 12ാം സ്ഥാനം. ഇനി 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ മികച്ച പുരുഷ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജൻ പ്രകാശ് ആണ്. സാജൻ പ്രകാശ് കേരളത്തിൻ്റെ താരമാണ് അല്ലേ? കേരളത്തിൻ്റെ അഭിമാനമായ സാജൻ പ്രകാശ് ഒരു നീന്തൽ താരമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം സാജൻ പ്രകാശ് നീന്തൽ താരമാണ്. അദ്ദേഹമാണ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നാഷണൽ ഗെയിംസിൽ. മികച്ച വനിതാ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഷിക രാംചന്ദ്രയാണ്. കർണാടക താരമാണ്, നീന്തൽ താരം തന്നെയാണ്. ഓക്കെ, നീന്തൽ താരമാണ്. മികച്ച വനിതാ താരമാണ് ഹാർഷിക രാംചന്ദ്ര. കർണാടകയാണ്. കർണാടക. ഇനി 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ മോട്ടോ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നുള്ളതാണ് കേട്ടോ. സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നുള്ളതാണ് 36ാമത് നാഷണൽ ഗെയിംസിൻ്റെ
പ്രധാനപ്പെട്ട മോട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം, 36ാമത് നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നതിൻ്റെ വേദി ഗുജറാത്ത്. പ്രധാനപ്പെട്ട സ്റ്റേഡിയം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഭാഗ്യചിഹ്നം സവാജ് എന്ന് പറയുന്ന ഏഷ്യൻ സിംഹം. കിരീടം നേടിയ ടീം ഏതാണ്? സർവീസസ്. തുടർച്ചയായി 4ാം തവണയാണ് നേടുന്നത്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന, 6ാം സ്ഥാനം കേരളം, 12ാം സ്ഥാനത്ത് ഗുജറാത്ത്. മികച്ച പുരുഷ താരം സാജൻ പ്രകാശ്, കേരളക്കാരനായ അല്ലെ നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. മികച്ച വനിതാ താരം ഹാർഷിക രാംചന്ദ്ര, കർണാടകയാണ്, സ്വദേശിയാണ്, നീന്തൽ താരമാണ്. മോട്ടോ എന്തായിരുന്നു? സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 36ാമത് നാഷണൽ ഗെയിംസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നമുക്ക് 35ാമത് നാഷണൽ ഗെയിംസും കൂടെ പഠിക്കണം. കാരണം എന്തുവാണ്? കേരളത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 35ാമത് നാഷണൽ ഗെയിംസ് കേരളത്തിൽ വെച്ചിട്ടാണ്. ആകെ 2 തവണയാണ് കേരളത്തിൽ വെച്ച് നാഷണൽ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഒന്ന് 1987 പിന്നെ 2015. അപ്പോൾ 2015 നടന്ന നാഷണൽ ഗെയിംസ് കേരളത്തിൽ വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കണം. 35ാമത് നാഷണൽ ഗെയിംസ് നടന്നത് കേരളത്തിലാണ്. വേദി എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു. ഫസ്റ്റ് ലഭിച്ചത്, അന്ന് കിരീടം നേടിയത് ആര് തന്നെയാണ്? സർവീസസ് എന്ന് പറയുന്ന ടീം തന്നെയാണ് 35ാമത് നാഷണൽ ഗെയിംസിന് കിരീടം നേടിയത്. 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളമായിരുന്നു. 2ാം സ്ഥാനത്ത് ആരായിരുന്നു? കേരളമായിരുന്നു. അന്നത്തെ ഭാഗ്യചിഹ്നം 35ാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പലായിരുന്നു. അമ്മു എന്ന വേഴാമ്പൽ. ഇപ്പോൾ 36ാമത് ആരായിരുന്നു ഭാഗ്യചിഹ്നം? സവാജ് എന്ന് പറയുന്ന ഏഷ്യൻ സിംഹമാണ്. ഇവിടെ ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പലാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടല്ലേ നടന്നത്. അപ്പോൾ കേരളത്തിന്റെ പക്ഷിയായിട്ടുള്ള വേഴാമ്പലാണ് അന്നത്തെ ഭാഗ്യചിഹ്നം എന്ന് ഓർത്താൽ മതി. അന്നത്തെ മോട്ടോ എന്തായിരുന്നു? 35ാമത് നാഷണൽ ഗെയിംസിന്റെ മോട്ടോ ഗെറ്റ് സെറ്റ് പ്ലേ എന്നുള്ളതായിരുന്നു. ഗെറ്റ് സെറ്റ് പ്ലേ എന്നുള്ളതായിരുന്നു 35ാമത് നാഷണൽ ഗെയിംസിന്റെ മോട്ടോ. ഇനി അന്നത്തെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ആണ്. സച്ചിൻ. മികച്ച പുരുഷ താരം ആരാന്ന് ചോദിച്ചെങ്കിൽ അന്നും ആര് തന്നെയാണ്? സാജൻ പ്രകാശ് തന്നെയാണ്. നീന്തൽ താരമായ കേരളത്തിന്റെ അഭിമാനമായ സാജൻ പ്രകാശ് തന്നെയായിരുന്നു മികച്ച പുരുഷ താരം. ഓക്കെ, അപ്പോൾ 35ാമത് നാഷണൽ ഗെയിംസ് നടന്ന വർഷം 2015 ആണ് കേട്ടോ. 2015. ഓക്കെ, വർഷം ഓർത്തിരിക്കുക, 2015. 2015 നടന്ന നാഷണൽ ഗെയിംസിന്റെ വേദി കേരളമാണ്. ആദ്യം കിരീടം നേടിയത് സർവീസസ്. 2ാം സ്ഥാനമാണ് കേരളത്തിന്. ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പൽ. മോട്ടോ എന്തായിരുന്നു? ഗെറ്റ് സെറ്റ് പ്ലേ. ഗുഡ്വിൽ അംബാസിഡർ ആയത് സച്ചിൻ. മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാജൻ പ്രകാശ്, നീന്തൽ താരം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് നാഷണൽ ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളൂ. 35ാമത് 36ാമത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ച് ഇപ്പം തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ ക്ലാസ് കേട്ട് തന്നെ നോട്ട് എഴുതുമ്പോഴത്തേനും അപ്പം തന്നെ പഠിക്കുന്ന ഒരു രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് റിവിഷൻ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്